ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ റമദാനൊക്കെ ആവാനായല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു റമദാനിക്ക് അധികം എണ്ണ ഉപയോഗിക്കാത്ത സ്നാക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഡയറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഓയിൽ കുറക്കുകയാണല്ലേ നല്ലത്. അപ്പോൾ അതിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ സമയം ലാഭിക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ, നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് 200 ഗ്രാം ബീഫിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അത് മിക്സിയിൽ ഒന്ന് ഇതുപോലെ അടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരം ചിക്കനും ചേർക്കാം കേട്ടോ. ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വേവിച്ചതിന് ശേഷം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാല ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ചെറിയൊരു സോസ് പാൻ എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ വേറൊരു പാൻ ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സോസ് പാൻ അടച്ച് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ, അതായത് സിമ്മിലേക്ക് മാറ്റിയിട്ട് 15 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. താഴത്തുനിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ചൂടാക്കിയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കൂടുതൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുമല്ല, നമ്മൾ ഒരുപാട് സ്നാക്ക് ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന നേരം കൊണ്ട് ഒറ്റ സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്